പ്രിയപ്പെട്ടവരെ, ഇന്ന് CNN റിപ്പോർട്ട് ചെയ്ത വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ട്. ഇറാന്റെ എൻറിച്ച്ഡ് യുറേനിയം, സമ്പുഷ്ടീകരിച്ച യുറേനിയം പിടിച്ചടക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഒരു ഡെൽറ്റ ഫോഴ്സിനെ സെറ്റ് ചെയ്തിരുന്നു. അവർക്ക് വേണ്ട പരിശീലനം നൽകിയിരുന്നു. പക്ഷേ എന്തുകൊണ്ടത് നടന്നില്ല എന്നത് പ്രസക്തമായ ചോദ്യമാണ്. CNN അതിനെക്കുറിച്ച് പറയുന്നത്, അങ്ങനെയുള്ള ഒരു നീക്കം ഇറാന് മുന്നിൽ നടത്തിക്കഴിഞ്ഞാൽ ഇറാൻ സൈനികരെ കൂട്ടമായി കൊന്നുകളയുമോ എന്ന ഭയം കാരണം പിൻവലിക്കുകയാണ്, ഈ നീക്കം അവസാനിപ്പിക്കുകയാണ് ട്രംപ് ചെയ്തത് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇനി ഇറാന് മുന്നിലെടുക്കാൻ ഒരു മാർഗവും അമേരിക്കയുടെ മുന്നിൽ ഇല്ല. ഇനി ഇറാൻ എന്താണോ പറയുന്നത് അത് അംഗീകരിച്ച് യുദ്ധത്തിൽ നിന്ന് തലയുരുക എന്നതല്ലാതെ ട്രംപിന് മുന്നിൽ മറ്റു വഴികളില്ല എന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, അമേരിക്കയുടെ ഡെൽറ്റ ഫോഴ്സ് ആരാണ്, ആനയാണ്, ചേനയാണ് എന്നൊക്കെ പറഞ്ഞിരുന്ന ആ ഫോഴ്സിന് അങ്ങനെയുള്ള ഒരു കൃത്യം നിർവഹിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പായിട്ടുണ്ട്. നമുക്കറിയാം, തകർന്നുപോയ അമേരിക്കൻ വിമാനത്തിലെ പൈലറ്റുമാരെ പിടികൂടാൻ വേണ്ടി നടത്തിയ ഒരു ഓപ്പറേഷനിൽ തന്നെ ആ പൈലറ്റുമാരെ പിടികൂടിയിട്ടുണ്ടോ ഇല്ലേ എന്ന കാര്യം നമുക്കറിയില്ല. അമേരിക്ക പറയുന്നു അവരെ രക്ഷപ്പെടുത്തി എന്നാണ്. പക്ഷേ രക്ഷപ്പെടുത്താൻ വന്ന ആളുകൾ അവരുടെ വാഹനങ്ങളും വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഇട്ട് ഓടിപ്പോകേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, ഇനി അത്തരത്തിലുള്ള ഒരു നീക്കം നടത്തുകയാണെങ്കിൽ അവരെ വലയം ചെയ്ത് അവരെ എല്ലാം അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമാണ് IRGC, ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് പ്ലാൻ ചെയ്തിരുന്നത്. ഒന്നിരിക്കെ അവരെ ജീവനോടെ പിടികൂടുക അല്ലെങ്കിൽ കൂട്ടമായി കൊന്നുകളയുക, ഈ തീരുമാനമാണ് ഇറാന്റെ മുന്നിലുണ്ടായിരുന്നത്. എന്നാൽ ആ ഒരു സാഹചര്യം മനസ്സിലാക്കിയത് കൊണ്ട് അതിൽ നിന്നും പിൻവാങ്ങുകയായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്നാണ് പറയുന്നത്. എന്തായാലും അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും മുന്നിലുള്ള ഏക ലക്ഷ്യം ഇറാൻ ആണവായുധം ഉടമപ്പെടുത്തരുത് എന്നാണ്. അതിനുവേണ്ടിയാണ് ഈ എൻറിച്ച്ഡ് യുറേനിയം, സമ്പുഷ്ടീകരിച്ച യുറേനിയം അവിടുന്ന് പിടികൂടണം, അല്ലെങ്കിൽ ബലമായി നിർബന്ധിച്ചുകൊണ്ട് ഭീഷണി മുഖേന അവിടുന്ന് മാറ്റാൻ സാധിക്കണം. പക്ഷെ ഇത് രണ്ടും സാധിച്ചിട്ടില്ല. മാത്രമല്ല, ഇനി സാധിക്കാനുള്ള ഒരു വഴികളും അമേരിക്കക്ക് മുന്നിൽ ഇല്ല എന്നുമാണ് ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുന്നത്.